ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ അനിൽ വിളയിൽ, ഇന്നിപ്പോൾ സുപ്രീം കോടതി വളരെ സുപ്രധാനമായ തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ്. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് അത് തീർപ്പാക്കാൻ ഒരുങ്ങുകയാണ് കോടതി. ഏപ്രിൽ 7 മുതൽ വാദം തുടങ്ങുന്നു. അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു കോടതി നിലപാട്? വളരെ സന്തോഷം നൽകുന്നതാണ് ഇന്നത്തെ സുപ്രീം കോടതിയുടെ തീരുമാനം. എനിക്ക് ആദ്യമേ പറയാനുള്ളത്, അയ്യപ്പന്റെയും ശബരിമലയുടെയും വിഷയങ്ങളിൽ അടിച്ചിലിൽ വീണ പിണറായിക്ക് കഴിച്ചിട്ടിറക്കാനും മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിലായിരിക്കുകയാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് സൂക്ഷ്മമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അനാവശ്യമായി തിരക്ക് പിടിച്ചുകൊണ്ട് രാത്രിയുടെ മറവിൽ യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ പിണറായി എടുത്ത തീരുമാനം എത്ര കഷ്ടകാലം തുടങ്ങി എന്നുള്ളതിന്റെ സൂചനയായിരുന്നു അദ്ദേഹത്തിന്. കാരണം സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് വിധിയെപ്പറ്റി നമ്മൾ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ ആ വിധിയിൽ ഒരിടത്തും തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ പറഞ്ഞു എന്ന തോന്നൽ ഉളവാക്കിക്കൊണ്ടാണ് പിണറായി സർക്കാർ അനാവശ്യമായിട്ടുള്ള ധൃതി കാണിച്ചുകൊണ്ട് യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിച്ചത്. നമ്മൾ നോക്കേണ്ടത്, സംസ്ഥാന സർക്കാരിനോട് വിധി അനുസരിച്ച് ഇന്ന രീതിയിൽ പ്രവർത്തിക്കണമെന്ന ഒരു നിർദ്ദേശവും ആ വിധിയിൽ ഉണ്ടായിരുന്നില്ല. ചുരുക്കത്തിൽ വിധിക്ക് ശേഷം സ്ത്രീ പ്രവേശന കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ യാതൊരു നിർദ്ദേശവും സുപ്രീം കോടതി വിധിയിൽ ഇല്ലായിരുന്നു. തിരുവിതാംകൂർ കൊച്ചി മതസ്ഥാപന നിയമത്തിലെ ആചാരങ്ങൾ തുടരണമെന്ന വ്യവസ്ഥകളിൽ സുപ്രീം കോടതി കൈവച്ചിരുന്നില്ല. ഈ സാഹചര്യത്തില് സുപ്രീം കോടതി വിധി ഒരു നിയമപ്രഖ്യാപനം നടത്തുകയല്ലാതെ മറ്റൊരു ബാധ്യതകളും കേരള സർക്കാരിനോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോ വരുത്തി വെച്ചിട്ടില്ല എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരുന്നു. ആ വിധി ചുരുക്കത്തിൽ അങ്ങനെയായിരിക്കെ ആരുടെയൊക്കെയോ പ്രീതി നേടാനും ഞങ്ങളൊക്കെയാണ് യഥാർത്ഥത്തില് ഈ സാമൂഹ്യ നീതി ഉണ്ടാക്കുന്നത്, സ്ത്രീകൾക്ക് തുല്യമായ അവകാശം ഉണ്ടാക്കുന്നതൊക്കെ ഞങ്ങളുടെ മാത്രം കുത്തകയാണെന്ന് വരുത്തി തീർക്കാൻ CPM-ന്റെ ബുദ്ധി കേന്ദ്രങ്ങള് പിണറായിയെ കൊണ്ട് ചെയ്യിച്ചതായിരുന്നു നമ്മൾ കണ്ട യുവതീ പ്രവേശന ചർച്ച, അല്ലെ യുവതീ പ്രവേശനം ആ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ. ഈ സുപ്രീം കോടതിയുടെ പരിഗണനയിലെ യുവതീ പ്രവേശനം മാത്രമല്ല വരുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, യുവതീ പ്രവേശനം കഴിഞ്ഞ ഉടൻ തന്നെ കേരളത്തിലെ ഇടതുമുന്നണി നേതാക്കന്മാർ ചെയ്തത് എന്താണ്? നവോത്ഥാന മതിലുണ്ടാക്കി. കേരളത്തിലെ യാതൊരു വിധമായ സ്വാതന്ത്ര്യവും ഇല്ലാത്ത മുസ്ലിം യുവതികളെ അണിനിരത്തിയായിരുന്നു ആ നവോത്ഥാന മതില്. തട്ടമിട്ട് മുഖം പൂർണ്ണമായും മറച്ച് ജീവിതത്തിൽ ഒരിക്കൽ പോലും മുസ്ലിം പള്ളിക്കകത്ത് കയറി നിസ്കരിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ആ യുവതികളെ അണിനിരത്തിക്കൊണ്ടാണ് നവോത്ഥാന മതിൽ സൃഷ്ടിച്ചത്. അവരുടെ അവകാശത്തിന് വേണ്ടി പോരാടാനോ അല്ലെങ്കിൽ അവരെ മുസ്ലിം പള്ളിയിൽ കയറ്റണം, ലിംഗസമത്വം അനുസരിച്ച് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും അർഹതയും ഉണ്ട് എന്ന് പറയാൻ ധൈര്യമുള്ള ഒരു ഒറ്റ CPM നേതാവ് ഉണ്ടോ കേരളത്തില്? പിണറായിക്ക് സാധിക്കുമോ? ഗോവിന്ദൻ മാസ്റ്റർക്ക് സാധിക്കുമോ? ഒന്നുമില്ല. അവർക്ക് ഹിന്ദുവിന്റെ മണ്ടയ്ക്ക് കുതിര കയറുക, ഹിന്ദുവിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെ തല്ലിക്കെടുത്തുക, ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുക, ഈ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ പരിഗണനയില് ഈ വിഷയം വരുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയമല്ല. ശബരിമലയിലെ ഏത് സ്ത്രീകൾക്കും കയറാം. പക്ഷെ ഒരു പ്രായപരിധി റെസ്ട്രിക്ഷൻ ഉണ്ട് എന്ന് മാത്രമല്ലേ ഉള്ളൂ. 10 വയസ്സ് വരെയും 50 വയസ്സിന് ശേഷവും. അതുകൊണ്ട് ഒരു സ്ത്രീക്കും അയ്യപ്പനെ കാണുന്നതിന് വിലക്കില്ല. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനെ അല്ല. പൂർണ്ണമായ വിലക്കുള്ളവരെ ഉപയോഗിച്ച് നവോത്ഥാന മതിൽ കെട്ടാൻ ശ്രമിച്ച പിണറായി സർക്കാരിന്റെ ഈ ഇറങ്ങുന്നതിന് മുമ്പ് അവസാനത്തെ തലയ്ക്ക് കിട്ടുന്ന ഒരു അടിയായിട്ട് മാറാൻ പോവുകയാണ് സുപ്രീം കോടതിയിൽ നടക്കാൻ പോകുന്ന വാദം. ഇതിനകത്തുണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇത് മാർച്ച് മാസം 24-ാം തീയതിക്ക് മുമ്പ് തർക്കങ്ങളൊക്കെ സർക്കാർ ബോധിപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ സർക്കാർ ഒരു അഫിഡവിറ്റ് കൊടുക്കും. എന്താണ്? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, അതുകൊണ്ട് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ സാധിക്കില്ല, അതുകൊണ്ട് ഇച്ചിരൂടെ സാവകാശം തരണമെന്നും പറഞ്ഞൊരു അഫിഡവിറ്റ് കൊടുക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ ഒക്കില്ല. അങ്ങനെ സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൃത്യമായി അതിന് എക്സംഷൻ കൊടുക്കണം. കാരണം ഇപ്പോൾ ഈ പമ്പാ സംഗമത്തിന് വേണ്ടി സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി എക്സംഷൻ കൊടുത്തല്ലോ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം കുഴപ്പമില്ല, നിങ്ങൾ നടത്തിക്കോളാൻ. അതുപോലെ സുപ്രീം കോടതി ഇവരെ നല്ല വരച്ച വരയിൽ നിർത്തി ഇവരുടെ നയം എന്താണെന്ന് എഴുതി വാങ്ങിക്കൊണ്ട് മുമ്പോട്ട് പോകണം. ഇവര് ഞാൻ പറഞ്ഞ അവസ്ഥയിൽ തന്നെയാണ്. കഴിച്ചിട്ടിറക്കാനും മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ എത്തി. അയ്യപ്പൻ എത്രയോ ശക്തനാണെന്ന് ദിനം പ്രതി തെളിയിക്കുന്ന കാഴ്ചകളും സംഭവങ്ങളുമാണ് നടക്കുന്നത്. ഓക്കെ, അനിൽ വിളയിൽ നിലപാട് വ്യക്തമാണ്. VHP സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പ്രതികരിച്ചത്.